Okay, I think we shouldn't take away anything from the team, though. Like, I know Dominic and Nimish and Shanti have dreamt of this for quite a long time. And somebody like a DQ coming forward to produce this for a 30 lakhs, 30 crores is nothing short of a great, mindset. You can't take away anything from that. But I think all of these conversations kind of led to creating a space into which this movie is being given to today. അതിന് ഒരു പ്രൂണിങ് നടന്നിട്ടുണ്ട്. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിക്കണോണ്ടല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് തിരിച്ച് സംസാരിക്കുന്നു. ദർ ഹാസ് ബീൻ വി ഹവ് ക്രിയേറ്റഡ് എ സ്പേസ് ഫോർ ഇറ്റ്. വി ഹാവ് ക്രിയേറ്റഡ് എന്നും കൂടിയും എനിക്ക് പറയാൻ താല്പര്യമില്ല. We all have set the stage for something like that together. Like, it takes a whole lot, the whole audience to come forward and accept this right at this point. And I really feel cinema എന്ന് പറയുന്നത് ഒരു കാലത്തും ഒരു ആക്ടർ അത് ജെൻഡർ ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഒരാൾക്ക് സ്വന്തമല്ല എന്ന് തോന്നുന്നു എനിക്കത്. ആൻഡ് ഈവൻ ദി ഓഡിയൻസ് ഇസ് വെയിറ്റിംഗ് ഫോർ ഗ്രേറ്റ് സിനിമാസ് വിത്ത് ഗ്രേറ്റ് ക്രാഫ്റ്റ്. അത് ആരഭിനയിച്ചാലും നല്ല സിനിമയാണെങ്കിൽ ഇവിടുത്തെ ഓഡിയൻസ് സ്പെസിഫിക്കലി ഹാസ് ഓൾവേസ് ആക്സെപ്റ്റഡ് ഗ്രേറ്റ് സിനിമ ആൻഡ് ഗുഡ് സിനിമ. അപ്പോൾ എനിക്ക് തോന്നുന്നത് വാട്ട് ഹാപ്പൻസ് ഇസ് വെൻ യു സേ ഫീമെയിൽ സെൻട്രിക് ഇമ്മീഡിയറ്റ്ലി ഓക്കെ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ ബിക്കോസ് ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുമ്പോൾ ഈ ക്രാഫ്റ്റാണ് പണിവാളുന്നത്. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ, ഞങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർ അപ്പോഴും കൊടുക്കുന്നത് സെയിം ടിക്കറ്റിൻ്റെ കാശാണ്. അവരുദ്ദേശിക്കുന്ന ക്രാഫ്റ്റും അവരുദ്ദേശിക്കുന്ന ലെവലിൽ ദേ ഹാവ് സെറ്റ്, ബിക്കോസ് മലയാളം സിനിമ ഓഡിയൻസ് ഡു ലൈക്ക് ദേ ഹാവ് ദർ ബാർ സെറ്റ് ദെയർ. ഓക്കെ, അവിടെ പോയിട്ട് നമുക്ക് ബാർഗെയിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദ റിയാലിറ്റി ഓഫ് ദ മാറ്റർ ഇസ് ദാറ്റ് വിത്തിൻ ദി ഇൻഡസ്ട്രി ദ മിനിറ്റ് യു സേ ഇറ്റ്സ് എ ഫീമെയിൽ സെൻട്രിക് ഫിലിം ദേ വിൽ സേ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ ബിക്കോസ് ഞങ്ങൾക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ദേ വിൽ ടേക്ക് ദ സെയിം റിസ്ക് വിത്ത് അൻ അതർ ആക്ടർ ഹു ഹാസ് ഹാഡ് 5 ഫ്ലോപ്സ്. പക്ഷേ ദാറ്റ് ഇസ് ഓക്കെ ആസ് ലോങ് ആസ്. അപ്പം ഈ ജെൻഡർ സിനാരിയോ വരുന്നത് വിത്തിൻ ദ ഇൻഡസ്ട്രി ആണ് മോർ ദാൻ വിത്ത് ദി ഓഡിയൻസ് എന്നാണ് എനിക്ക്, ദിസ് ഇസ് മൈ റീഡിങ്. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറിൻ്റെ ഒരു പടവും പൊട്ടരുതല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. നല്ല സിനിമകൾ ആരഭിനയിച്ചാലും ജയിക്കും, പക്ഷെ നല്ല സിനിമയായിരിക്കണം. അതിന് വേണ്ട സപ്പോർട്ടും മോണിറ്ററി ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ എല്ലാ സ്പേസിലും ഒരേ രീതിയിൽ നമുക്ക് ബാക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ gender really wouldn't matter, is what I personally think about cinema. I think cinema is the powerful medium. Cinema is powerful. At no point have I thought I am powerful. It is because I have the backing of cinema that I'm sitting here, or else I'm just another nobody. ശ്യാം പ്രസാദ് റിമായ ഫസ്റ്റ് പടത്തിൽ നിന്ന് അതായത് ഒരു സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയതുപോലെ സിനിമ ലോകത്തേക്ക് എന്റെ താല്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ശ്യാം പ്രസാദ് ആണെന്ന് പറഞ്ഞത്. അതിൽ നിന്ന് when did you start realizing this is my true passion, അല്ലെങ്കിൽ സിനിമയോട് എനിക്ക് ഇത്രമാത്രം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആക്ടിങ്ങിനോടുള്ള ഒരു പാഷനൊക്കെ റിയലൈസ്? When I lost it. You lost it. Did you really lost it? When I lost opportunities, when I didn't have people coming to me with movies, and I kind of realized, shit, I miss this. എന്ന് എനിക്ക് തോന്നിയത് അതുവരെ you're going with the flow, because there are back-to-back films, there are different characters, and you're on a high because you're Tessa one day, you are Ashwati one day, you're like and it's such a high. ഭയങ്കര രസമുള്ള പ്രോസസ്സാണ്. അത്രയധികം മനുഷ്യർ ഒരുമിച്ച് വരുന്നു. അതും പുതിയ പുതിയ മനുഷ്യർ, ഓരോരോ സെറ്റിൽ പുതിയ പുതിയ മനുഷ്യരെ നമ്മൾ കാണുന്നു. യു വർക്കിംഗ് വിത്ത് ജീനിയസസ്, ലൈക്ക് ദ കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റ് യു ആർ വർക്കിംഗ് വിത്ത്, ദ ഗിവ് ആൻഡ് ടേക്ക് വൈൽ യു ആർ ഡൂയിങ് ആൻഡ് സീൻ വിത്ത് അനദർ ആക്ടർ. ഇറ്റ്സ് ലൈക്ക് നമുക്ക് തോന്നുന്നൊരു സമയമില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് ഒരു പോയിന്റിൽ ഇത് നിൽക്കുകയാണ്. അപ്പോൾ യു ആർ ലൈക്ക് then there's this void you have to deal with. That void is അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല. ദർ ഹാവ് ബീൻ ഡേയ്സ് വെൻ ഐ ക്രൈഡ് മൈസെൽഫ് ടു സ്ലീപ്പ്. ലൈക്ക് അങ്ങനെ ലൈക്ക് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹിറ്റ് യു. ദെൻ യു റിയലൈസ് that it's kind of a part of you, or there is something that you need it. You want പോലും അല്ല, you need it to move forward.
പക്ഷെ അത് സിനിമ മാത്രമല്ല എന്ന് എനിക്ക് മനസ്സിലായത് നെയ്ത്ത് ചെയ്തപ്പോഴാണ്. ലൈക്ക് ഐ നീഡ് എ ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്. ഇനി വെറുതെ എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ലൈക്ക് ഐ നീഡ് ടു ഡു സംതിങ്, ക്രിയേറ്റ്. അതെന്ത് വേണമെങ്കിലും ആവാം. ഈവൻ ഇഫ് ഐ എം ട്രാവലിംഗ്, ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ലിസ്റ്റ് ഓഫ് ടു ഡൂസ്. മറ്റേ നോട്ട്ബുക്കാണ് എൻ്റെ വീട്ടിൽ. മറ്റേ അവിടെ ടു ഡു, ഇവിടെ ടു ഡു. ആഷിക് ഫെഡ് അപ്പ് ഓഫ് മീ. അപ്പോൾ ലൈക്ക് ആൻഡ് ഐ ഹാവ് ടു ഡു ദിസ്. ലൈക്ക് അങ്ങനെ അതിലാണ് ഞാൻ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. That is when I really understood, this is so important to me in my life. അതെപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ. ഇത് പോകുമ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നുന്നത് അതുവരെ നമ്മുടെ ഉണ്ടല്ലോ ഇത്. അത് പോയപ്പോൾ ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്തു. യെസ് സന്തോഷത്തിനൊന്ന രഹസ്യം. ഐ തിങ്ക് ഡോൺ, അതും എന്തൊരു സിനിമയാണ്. എനിക്ക് അത് എന്തോ ഓക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ യു വാണ്ട് ടു ആക്ട്, ഓക്കെ ആക്ട് കണ്ടിന്യൂസ് 1 hour അങ്ങനത്തെ ഒരു ഇതിലാണ് ഡോൺ. അത് ആൻഡ് ഐ വാസ് സോ ഭയങ്കര രസമുള്ള ക്യാരക്ടറും അതും ഈ സിംഗിൾ ടേക്ക് എന്നുള്ളതും. അതും കോവിഡ് സമയത്ത് യു ആർ ക്വസ്റ്റനിങ് ഓൾ യുവർ ലൈഫ് ചോയ്സസ്. ലൈക്ക് യു ആർ ക്വസ്റ്റനിങ് യുവർ എക്സിസ്റ്റൻസ്. നോ, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഡൂയിങ്. ആ സമയത്താണ് ഡോൺ ഒരു വലിയൊരു എന്താ പറയുക കച്ചിത്തിരുമ്പ് ആയിട്ട് വരുന്നത്. ഞാൻ ഓക്കെ. ആൻഡ് അതും അതെ, വി ഹാഡ് ലൈക്ക് 10 days ക്യാമ്പ്, ആക്ടിങ് ക്യാമ്പ് വിത്ത് ജിത്തിൻ. അയ്യോ ഭയങ്കര രസമായിരുന്നു. അർച്ചന പത്മിനി ഉണ്ടായിരുന്നു. അർച്ചനയാണ് ഡോണിനെ എന്നെ പരിചയപ്പെടുത്തുന്നത്. So she was an AD. It was a small team of 10 to 12 people. ഞങ്ങൾ ഷൂട്ട് ചെയ്യണത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ 6 ടേക്ക് എടുത്തു. 2 ദിവസത്തിൽ 6 ടേക്ക്, സിംഗിൾ ഷോട്ട്സ് 6 ടേക്ക്. അതിൽ ഏറ്റവും ലാസ്റ്റ് ടേക്ക്, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ടേക്കിലും ഹീൽ ഗിവ് എ ബ്രീഫ്. ഫൈനൽ ടേക്ക് ഹി സെഡ് ഡു whatever you want. That is the take he used. ഡയലോഗ്സ് ഒക്കെ നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്ത് പറയാറ്? അല്ലല്ല, there is a set script. പക്ഷേ ഹി സെഡ് എസൻസ് പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ലൈക്ക് എക്സാക്ട് ഡയലോഗ് പറയണമെന്നില്ല, പക്ഷേ ദർ ഇസ് എ ട്രാജക്ടറി ടു ദ ഹോൾ സ്റ്റോറി. അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഈ സിംഗിൾ ടേക്കിൽ ഏറ്റവും കൂടുതൽ പോയിട്ട് ഇതായത് എപ്പോഴാണ്? ലൈക്ക് ഫ്ലോപ്പായി പോയത് സിംഗിൾ ടേക്ക് എടുത്തോണ്ടിരിക്കുകയാണല്ലോ. 90 മിനിറ്റ് ആണെങ്കിൽ 80 അങ്ങനെ പോയിട്ട് ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഇതായത്? ഇല്ല, നമ്മൾ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. അതായത് 6 ടേക്ക് ഫുൾ എടുത്തു. 6 ടേക്ക് ഫുൾ. പിന്നെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടേക്ക് എടുക്കാതെ പിന്നെ 6th ടേക്ക് വരെ പോയത്? അതായത് ലൈക്ക് ഇങ്ങനെ ഒന്ന് ട്വീക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് 6 ടേക്ക് എടുത്തു. ലാസ്റ്റ് ടേക്കിൽ ഹി സെഡ് ഡു whatever you want. And he used that take. അങ്ങനെ അത് വാസ് വണ്ടർഫുൾ വർക്കിംഗ് വിത്ത് ഡോൺ. ആൻഡ് ഡോണും ഷെറിൻ ഹിസ് വൈഫ്, ഇവർ രണ്ടുപേരും കൂടി ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. സോ അതന്നെയാണല്ലോ ഇറ്റ്സ് ഓൾമോസ്റ്റ്. അപ്പോൾ ഭയങ്കര ആ പ്രോസസ്സ് എനിക്ക്, ബിക്കോസ് ഐ ഹവ് നെവർ ഡൺ തിയേറ്റർ, ഐ ഹവ് പെർഫോംഡ് ഓൺ സ്റ്റേജ് ഫോർ 1 hour, പക്ഷെ ദാറ്റ് ഈസ് വെരി സ്പേഷ്യൽ. നോ, ലൈക്ക് കോറിയോഗ്രഫി ഈസ് വെരി ഡിഫറെൻറ്റ്. ലൈക്ക് ലേണിംഗ് ദ സ്ക്രിപ്റ്റ് ഓഫ് എ 1 hour അങ്ങനെ ഞാൻ തിയേറ്ററിൽ ചെയ്തിട്ടില്ല. സോ എനിക്കത് ഭയങ്കര പുതുമയായിരുന്നു. ആൻഡ് ഐ ലവ് ഡൂയിങ് ന്യൂ തിങ്സ്, ഐ ലവ് ചാലഞ്ചസ്. അപ്പോൾ എനിക്കത് അങ്ങനെ ഇറ്റ് ജസ്റ്റ് ബ്രോട്ട് സോ മച്ച് ലൈഫ് ബാക്ക് ഇൻ ടു മീ. ഓക്കെ, now I can breathe. അങ്ങനെയായിരുന്നു. റിമ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാരേജ് ആഷിഖിന്റെ ലൈഫിൽ യാതൊരു ചേഞ്ചും വരുത്തിയിട്ടില്ല. യുവർ ലൈഫ് ലൈക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ആൻഡ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഇത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അതായത് ഇത് like all this messaging is very invisible. No, nothing is concrete. It's not like okay ഇങ്ങനെ ആവണമെന്ന് നമ്മളെ മറ്റേ ജനറേഷണൽ ആയിട്ട് ഇതിങ്ങനെ എവിടേക്കോ എയറിൽ നിൽക്കുന്നതൊക്കെയാണല്ലോ. പിന്നെ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടാണല്ലോ ഈ മെസ്സേജിങ് വരുന്നത്. കുറേയൊക്കെ ലൈക്ക് I could have only said like no, but കുറേയൊക്കെ you also role play into that perfect situation, and then you're like, why am I role playing? I don't have to do it. Nobody's asking me to do it. But why? But the validation works. Okay, you feel happy when somebody says that, oh, what a lovely home. But nobody cares. Like, all these things, no? So I also took a lot of time to kind of figure out this institution, this system. The love is, and the person is not related only here. This institution doesn't work for me. This system doesn't work for me. I don't even think it was designed for women. I think it's not for us. It's for the men, designed by men.
അപ്പോൾ എനിക്ക് ആ സിസ്റ്റം എനിക്ക് ഇപ്പോഴും വർക്ക് ആവുന്നില്ല. ലൈക്ക് യു നോ ഐ റിഗ്രറ്റ് സൈനിങ് ദാറ്റ് ഡോക്യുമെന്റ് ബിക്കോസ് ഐ ഫീൽ I don't need somebody saying that, okay, we agree that you love this person now. I have a huge problem with that document, and I don't need it. If I love somebody, I know how to love them with all my heart and soul. റിമേ ആൻഡ് ആഷിഖിനെ പോലെ ലിബറൽ സ്പേസിൽ അല്ലെങ്കിൽ ലിബറൽ മൈൻഡോടുകൂടി ജീവിക്കുന്ന രണ്ടുപേരുടെയിലും മാരേജ് ഒരു പ്രോബ്ലം തന്നെയാണോ? മാരേജ് ഒരു പ്രോബ്ലം അല്ല, ഞങ്ങളുടെ ഇടയിലല്ല പ്രോബ്ലം. മാരേജ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രോബ്ലം. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഡസൻറ്റ് ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പം ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു പ്രോബ്ലമാണ്. ഞങ്ങൾ തമ്മിൽ ഇതെന്താ പറയുക, ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരമായിട്ടാണ് ഇപ്പം പ്രേമിക്കണത്. അതിന് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ് ഇത് കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. പിന്നല്ലാണ്ട് ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനെ ഒന്നും, പക്ഷെ നമ്മുടെ പാരന്റ്സ് ഉണ്ട്, ഇവർക്ക് ഇതെന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, we are just thinking it's a signature. No, it's a trap. Okay, it's not a signature. It is so much that comes with it. As in, and you don't realize it. You're just thinking, it's okay, I'll figure it out. No, it's like centuries of conditioning that comes with it, and and I think today's generation is figuring it out. Maybe because they're watching all of us. ആഷിഖിനോട് ചോദിച്ചാലും ഇതേ ഉത്തരമായിരിക്കും കിട്ടുക? ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. ആഷിഖിനോട് ചോദിച്ചാൽ വേറെ ഉത്തരമായിരിക്കും. ആഷിഖ് വേറൊരാളല്ലേ. ആഷിഖിന് ആഷിഖിൻ്റെതായ തോട്ട് ഉണ്ടാവും ഇതിനെ പറ്റിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോർ ഓർ ലെസ് വി കൈൻഡ് ഓഫ് സിങ്ക്. ദാറ്റ് ഇസ് വൈ വി ആർ സ്റ്റിൽ ടുഗെദർ. അല്ലെങ്കിൽ എന്ന് ഇടിച്ച് പിരിഞ്ഞു പോയിണ്ടാവും. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേ ഭയങ്കര സ്ട്രോങ് ഹെഡഡും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ദ ഓൺലി തിങ് ദാറ്റ് ഇസ് കീപ്പിംഗ് അസ് ടുഗെദർ ഇസ് ലവ്, നോട്ട് ദാറ്റ് സർട്ടിഫിക്കറ്റ്.